Hello, welcome to Chima's Kitchen. അപ്പോൾ നമ്മൾ ഇന്ന് Chima's Kitchenൽ ഒരു ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് വളരെ പെട്ടെന്നും എളുപ്പത്തിലും തയ്യാറാക്കാന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ റെസിപ്പി ചെയ്തു തുടങ്ങാം. ഇതിനായിട്ട് ഞാൻ ഇവിടെ 750 ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. അതിനു മുമ്പായിട്ട് ചിക്കൻ ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് വളരെ ചെറുതായിട്ടാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യമായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം എരിവിനായിട്ട് ഞാനിവിടെ കശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. 3 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. അതിൻ്റെ കൂടെ തന്നെ പെരിഞ്ജീരകം 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല നിർബന്ധമില്ല, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് 1 ടീസ്പൂൺ ആവശ്യമാണ്. ഞാൻ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1 ടേബിൾ സ്പൂൺ മൈദ ഫ്ലോർ ആണ്. അതായത് നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് നന്നായിട്ട് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് ഈ മൈദ ചേർക്കുന്നത് നല്ലതാണ്. ചിലർ ഇതിന് പകരം കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കാറുണ്ട്. ഞാനിവിടെ മൈദ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വിനെഗറോ അല്ലെങ്കിൽ വിനെഗറിന് പകരം ചെറുനാരങ്ങയോ പിഴിഞ്ഞ് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം. കൈകൊണ്ട് നല്ലോണം മാരിനേറ്റ് ഈ ഒരു രീതിയിൽ നല്ലോണം പിടിച്ച് കിട്ടണം. അപ്പോൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തതിന് ശേഷം അറ്റ്ലീസ്റ്റ് ഇതൊരു 2 മണിക്കൂർ അല്ലെങ്കിൽ 2-ൽ കൂടുതൽ മണിക്കൂർ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു മാരിനേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്കിതിനൊന്ന് ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം 2 മണിക്കൂറോളം വെച്ച് ചിക്കൻ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്ന എണ്ണ എന്ന് പറയുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഞാനിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണുന്നില്ലേ, ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യത്തെ 1-2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നീട് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാനുമായിട്ട്. ഞാനിവിടെ ആദ്യത്തെ 1 മുതൽ 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ തീ ഒന്ന് കുറച്ച് മീഡിയം ഫ്ലെയിമിലിടാം. എല്ലാം കൂടി ചെയ്യുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഇടുകയാണെങ്കിൽ ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ്റെ ഉള്ളിൽ നന്നായിട്ട് വെന്ത് കിട്ടുകയും വേണം, എന്നാൽ അത് കരിഞ്ഞു പോകാനും പാടില്ല. ആ ഒരു രീതിയിലാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ജസ്റ്റ് ഇതിനൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനിനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില ഇട്ടതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ഞാൻ ചേർത്തിരിക്കുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ചിട്ട് കുറവ് വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താലും മതിയാകും. അപ്പോൾ 2 ഭാഗവും കൂടി ഞാൻ ഏകദേശം ഒരു 15 മിനിറ്റോളം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണുന്നില്ല, ചിക്കനൊക്കെ നന്നായിട്ട് ഇതായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ പ്രാവശ്യവും ഒരുപോലെയാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു തരത്തിൽ വെറൈറ്റി ആയിട്ടൊന്ന് ചെയ്തു നോക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിതിനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു.